ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മറിയവും മനോഹറും കൂടിയിട്ട് മറിയം താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരികയാണ്. അങ്ങനെ മറിയം അവനെ ഇറക്കിയതിന് ശേഷം അവർ വരുന്നത് കാണുമ്പോൾ ആ ഹോട്ടലിലെ മാനേജറും റിസപ്ഷനിസ്റ്റും കൂടി പറയുന്നുണ്ട്, ദേ അവൻ വരുന്നുണ്ട്, അയാൾ ആ ദുഷ്ടൻ, നമ്മുടെ മേഡത്തിനെ പറ്റിച്ച ആള് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ മനോഹറും മറിയവും കൂടിയിട്ട് റിസപ്ഷനിൽ വരുന്ന സമയത്ത്, അയ്യോ സാറിൻ്റെ തലയ്ക്ക് ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. ഓ, അത് പിന്നെ മനു ഒരു ദിവസം രാത്രി വീട്ടിൽ കള്ളം കയറിയതായിരുന്നു, മനുവിൻ്റെ തലയ്ക്ക് അടിച്ച് പോയതായിരുന്നു എന്ന് മറിയം പറയുന്നുണ്ട്. ആണോ സാറേ? അയ്യോ, മുറിവ് വല്ലാണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതെ, മുറിവ് ഇത്തിരി ആഴത്തിൽ തന്നെയാണെന്ന് മനോഹർ മറുപടി പറയുകയാണ്. എന്തായാലും റൂമിലേക്ക് ചെല്ലുക പറയുന്നുണ്ട്. അപ്പം മറിയത്തിനോട് പറയാണ്, അതെ, ഇനി എന്നാ യാത്ര എന്ന് ചോദിക്കുമ്പോൾ, നാളെ തന്നെയാണ് യാത്ര, അതുകൊണ്ടാണ് ഇവനെ എത്രയും വേഗം ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നത്. അപ്പോൾ മനോഹർ പറയുകയാണ്, ഇവിടത്തേക്കാളും നല്ല ഹോസ്പിറ്റൽ അവിടെയുണ്ടല്ലോ ട്രീറ്റ്മെൻ്റ് ഒക്കെ, പിന്നെ എന്തിനാ ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പം മറിയത്തിനോടായിട്ട് അവിടുത്തെ മാനേജർ പറയുന്നുണ്ട്, മാഡം ഇനി നാട്ടിലോട്ട് വരുമ്പോൾ ഈ ഹോട്ടലിൽ തന്നെ റൂം എടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, അതെന്തായാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് മറിയം മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് മറിയവും മനോഹറും കൂടി മുകളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ആ റിസപ്ഷനിസ്റ്റ് മാനേജറോട് പറയുന്നുണ്ട്, അയാൾ ഒരു കൊള്ളരുതാത്തവനാണ്, ഇടയ്ക്ക് എന്നെയും ഒരുമാതിരി നോട്ടൊക്കെ നോക്കിയായിരുന്നു എന്ന് പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, അതിന് സാധ്യതയില്ല, കാരണം ഒരു ഭാര്യയെ അവൻ നിലവിൽ ഉള്ളപ്പോൾ അവന് ആ ഭാര്യയെ എത്ര ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ ആ സമയത്ത് അവന് പറ്റുമോ അതുപോലെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതിനെ നിലനിർത്തി മറ്റൊരു പെണ്ണിനെ ആ സമയത്ത് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു ദുഷ്ടൻ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മനോഹറും മറിയം റൂമിലേക്ക് എത്തുകയാണ്. അങ്ങനെ മറിയം പറയുന്നുണ്ട്, നാളെയല്ലേ യാത്ര? അതെ. അപ്പോൾ അയ്യോ, ടിക്കറ്റ് എടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് മറിയം. അപ്പോൾ മനോഹർ ചോദിക്കുന്നു, ടിക്കറ്റ് എടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എടുത്തിട്ടില്ല, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, നേരിട്ട് പോയി ഞാൻ അത് ശരിയാക്കിയിട്ട് വരാം എന്ന് പറയുകയാണ്. മനോഹർ പറയുന്നുണ്ട്, അയ്യോ, പോകുന്നവരെയും നിൻ്റെ കൂടെ നിൻ്റെ അരികിൽ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, അത് സാരമില്ല, അപ്പം നമുക്കന്ന് ഒന്നിച്ച് പോവായിരുന്നല്ലോ എന്ന് മനോഹർ പറയുമ്പോൾ, നിൻ്റെ തലയ്ക്ക് നല്ല മുറിവുണ്ടല്ലോ, നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കുക, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഞാൻ പോയി കാര്യങ്ങൾ ശരിയാക്കിയിട്ട് ടിക്കറ്റും കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി എന്നും പറഞ്ഞ് മനോഹർ അങ്ങനെ റൂമിൽ ഇരിക്കുകയാണ്. മറിയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കണം, രക്ഷപ്പെട്ടു, എത്ര ആൾക്കാരെ കണ്ണ് വെട്ടിച്ചിട്ടാണ്, ഇനി ഇവിടെ നിന്ന് എത്രയും വേഗം പോയാൽ മതി എന്നൊക്കെ മനസ്സിൽ അങ്ങനെ കരുതുന്നുണ്ട്. എന്തായാലും മറിയം പോകുന്നത് നേരെ കല്യാണിയുടെയും കിരണിൻ്റെയും അരികിലേക്കാണ്. അങ്ങനെ അവരവിടേക്ക് വരുന്നുണ്ട്. അവർ 3 പേരും ഇങ്ങനെ പറയുകയാണ്, അവൻ എവിടെയാണിപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഹോട്ടലിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന പേര് പറഞ്ഞ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം, അങ്ങനെയാണ് അവനെ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഏകദേശം 3/4 ഭാഗത്തോളം തീർന്നിട്ടുണ്ട്, ഞാൻ അവനെ കൊണ്ട് നല്ല ഗോൾഡും സാധനങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ ബാലൻസ് വല്ലതുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രികാലത്തോടു കൂടി ഞാൻ അവൻ്റെ പോക്കറ്റ് കാലിയാക്കിക്കും എന്നിങ്ങനെ മറിയം പറയുകയാണ്. അപ്പോൾ ഞാനേ ആ എടുത്ത ഗോൾഡൊക്കെ ഞാൻ കല്യാണിക്ക് തരാം എന്ന് പറയുകയാണ്. അയ്യോ, എനിക്കെന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണിക്കല്ല, അവൻ്റെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഏതെങ്കിലും അതിന് ഉപകാരപ്പെടും ആ ഒരു സ്വർണ്ണങ്ങളെല്ലാം തന്നെ എന്ന് മറിയം കല്യാണിയോട് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്, എന്തായാലും അവളുടെ അച്ഛൻ വാങ്ങിയ സ്വർണം തന്നെയല്ലേ എന്ന് പറയും. അപ്പോൾ കല്യാണി പറയാന്നുണ്ട്, അവളുടെ അച്ഛൻ വാങ്ങിയ സ്വർണ്ണം എന്ന് പറയാൻ പറ്റില്ല, സരുവിൻ്റെ പൈസ കൊണ്ടല്ലേ അത് വാങ്ങിയത് എന്നിങ്ങനെ മറുപടി പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ദീപ കിരണിനെ വിളിക്കുന്നത്. അപ്പോൾ അമ്മയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് സരയു ആശുപത്രിയിൽ നിന്നും കാണാതായതും ശാരി അവിടേക്ക് അന്വേഷിച്ച് വന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ദീപ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കിരൺ കല്യാണിയോടും അതുപോലെ തന്നെ മറിയത്തിനോടും ആ ഒരു കാര്യം പറയുകയാണ്. അയ്യോ, ഇവളിത് എവിടേക്കാണ് പോയത് എന്നൊക്കെ ആവലാതിപ്പെട്ട് അങ്ങനെ കല്യാണിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശിനെ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുകയാണല്ലോ, കൂടെ കാർത്തികയുണ്ട്. ആ സമയത്ത് കല്യാണി അവിടേക്ക് വരികയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അച്ഛനെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് എന്ന് കല്യാണി മറുപടി പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, വേറൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, സരയു ഭ്രാന്താശുപത്രിയിൽ നിന്നും ചാടി, അവളിപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്ന് പറയുകയാണ്. ആ മനോഹറിനെ തിരഞ്ഞ് ഈ ആശുപത്രിയിലേക്ക് വന്നിട്ട് ഉണ്ടായിരുന്നു, റിസപ്ഷനിസ്റ്റാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞത്
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവള് മനോഹർ ഈ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നതെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അവള് ഒരു മൈൻഡും ഇല്ലാതെ ഒരു ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത രീതിയിലായിരുന്നു ആ സമയത്ത് കിടന്നിരുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് അവള് ഈ ഹോസ്പിറ്റലിൻ്റെ പേരും അതുപോലെയുള്ള ഡീറ്റെയിൽസ് മുഴുവനും അവൾ മനസ്സിലേക്ക് എടുത്തു എന്ന് തന്നെയാണ് എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകാശം പറയാണ്, അതിലെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. അവൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മോളും കൂടി ശ്രദ്ധിക്കണം. മോളെ എന്തെങ്കിലും അപകടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ വിക്രം ഉണ്ടല്ലോ, വിക്രത്തിൻ്റെ അതേ തനി സ്വഭാവം തന്നെയാണ് സരയുവിനുള്ളത്. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതൊന്നും ഞാനൊന്നും കാര്യമാക്കുന്നില്ല അച്ഛ എന്ന് മറുപടി പറയുകയാണ്. അല്ല അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛനെ കൊണ്ടുപോകാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അവന് സ്ട്രക്ചറിൽ അങ്ങനെ കയറിക്കിടക്കാനൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ രണ്ട് കൈ അവൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഉന്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രകാശം പറയുകയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ കാലിൽ കമ്പിക്കിട്ട് ഇനി എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരിക്കുന്നതിൽ എനിക്ക് ഭയമില്ല മക്കളെ. പക്ഷേ എൻ്റെ പെൺമക്കളെ സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നില്ല. അതുകൊണ്ടുള്ളൊരു വിഷമം എനിക്ക് തോന്നുന്നുണ്ടെന്ന് അവർ അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല, വേഗം ഇപ്പം തന്നെ എല്ലാം സമാധാനത്തോട് ചെല്ലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണിയും കാർത്തികയും നമ്മുടെ പ്രകാശനെ സ്നേഹത്തോടു കൂടി പറഞ്ഞയക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയും അതുപോലെ തന്നെ സേനനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രൂപയോടായിട്ട് സേനൻ പറയുന്നുണ്ട്, സരയുവിനെ കാണാത്ത കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ആ ശാരി അവള് കിരണിൻ്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു എന്നും കിരൺ എന്നെ വിളിച്ച് അറിയിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരി കരഞ്ഞുകൊണ്ട് രൂപയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകളെ കാണാനില്ല സരയുൻ മോളെ കാണാനില്ല രൂപ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി. അപ്പോൾ പെട്ടെന്ന് ശാരി ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് സേനൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ കയറി കിടക്കാൻ ഒരു ഇടമില്ല അല്ലേ, നിൻ്റെ മകൾ, അപ്പോൾ അതൊന്നും സാരില്ല, എൻ്റെ മകളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ മകളും കൂടിയിട്ട് എവിടേക്കെങ്കിലും പോയിക്കോളാം എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിന് നിൻ്റെ കൊച്ചുമോളെ നിനക്ക് വേണ്ടി, നിൻ്റെ കൊച്ചുമോൾ ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് പറയാണ്. ആ മോളെ നിങ്ങൾ തന്നേക്കും, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. പറ്റില്ല, ആ കുഞ്ഞിനെ തരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യേ, നീ എന്തായാലും നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങ് മറക്കുകയാണ്, നീ ഇവിടെ താമസിച്ചോ, പക്ഷേ ഒരു ജോലിക്കാരി എന്ന പോലെ ആയിരിക്കണം ഇവിടെ താമസിക്കേണ്ടത്. അങ്ങനെ യാമിനിയോട് പറയുകയാണ്, കേട്ടല്ലോ യാമിനി, അപ്പോൾ എൻ്റെ ജോലി തെറിക്കോ സാറേ എന്നിങ്ങനെ യാമിനി ചോദിക്കുകയാണ്. ഇല്ല, നീ ഇവളുടെ ബോസായിരിക്കണം, നീ ഇവളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ പറ്റുമോ അതൊക്കെ നീ പറഞ്ഞ് ചെയ്യിക്കണം, നീ ഇവളെ ഭരിച്ചിരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ ഏറ്റു സാറേ എന്ന് പറയുകയാണ്. അതെ, നിൻ്റെ മകളുടെ സ്വഭാവം മാറി വരികയാണെങ്കിൽ നിൻ്റെ മകളെയും ഇവിടെ കയറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിനക്ക് നിൻ്റെ കൊച്ചുമകളെ കണ്ട് സന്തോഷത്തോടു ഇവിടെ ജീവിക്കുകയും ചെയ്യാം. അഥവാ എന്തെങ്കിലും കന്നം തിരിവ് നീ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇല്ല സാർ, ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ശാരി അവിടെ നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്